എൻ്റെ ഫാദർ വളരെ സന്തോഷിച്ച ദിവസമാണ് ഞാൻ ജനിച്ച ദിവസം. അല്ല ഇപ്പം മദറിനെ നോക്കുന്ന റെസ്പോൺസിബിലിറ്റി എൻ്റെ മാത്രമായി, അവർ മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ മദർ അവരുടെ മനം ഓൾഡ് ഹോമിലാക്കുക, അങ്ങനെ അതെനിക്ക് പറ്റില്ല. പക്ഷേ ഒരു 12 വയസ്സായപ്പോൾ ഒരു അബ്യൂസാണ്, അത് എൻ്റെ ലൈഫിലുമായി അഫക്റ്റ് ചെയ്തു. ഏതൊരു ഏജിലായിരുന്നു അതെങ്ങനെയാ? ഞാൻ കേബിൾ ടി വിയിൽ ക്രിക്കറ്റ് കാണാൻ വേണ്ടി പോയതാണ്. ആരാണ് സന്തോഷ് വർക്കി? ഒരു എഞ്ചിനീയറാണ്, ഫിലോസഫറാണ്, റൈറ്ററാണ്. ഒരുമാതിരി ഫിലോസഫേഴ്സ് എല്ലാം വട്ടന്മാരാണ്. വട്ടന്മാർ തന്നെയാണ്, ട്രബിൾ മേക്കേഴ്സും ആണ്. കാരണം ഇന്നത്തെ ജനറേഷൻ പെണ്ണുങ്ങളെ എനിക്ക് വളരെ പേടിയാണ്. എന്താണ് വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ? ഇനിയൊന്നും വേണ്ടെന്നാണ്, കുറെയെല്ലാം മതിയായി. ലൈഫിൽ ടേണിംഗ് പോയിന്റ് സംഭവിച്ച ഫാദറിന്റെ ഡെത്താണ്. അപ്പോഴാണ് പല ആളുകളുടെ തനിനിറം മനസ്സിലായത്. ഒരു ഹോമോസെക്സ്വൽ ആളെ എന്നെ ആ രീതിയിൽ കണ്ടു. മൂത്ത സിസ്റ്റർ വളരെ സ്റ്റുഡിയസ് ആയിരുന്നു. ചെറുപ്പത്തിൽ അവർ എൻ്റെ എടുത്തു നടന്ന ആൾക്കാരാണ്, നല്ല അടുപ്പമായിരുന്നു. അവരുണ്ട് ഡേ നോട്ട് ഈവൻ കോളിങ്. അതാണ് എനിക്ക് നല്ല വിഷമം, ഒരു വിളിക്കുന്നോളുമില്ല. വളരെ വിഷമം തോന്നിയില്ലേ, എസ്പെഷ്യലി മരിച്ചു പോയി എൻ്റെ ഫാദറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുപ്പത്തിലെ മാത്സിൽ വളരെ പ്രോഡിജിയായി. IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ്. റൈറ്റ് നൗ ഐ ഗെറ്റിംഗ് 45,000 50,000 സ്കോളർഷിപ്പ് ഉണ്ട്. എനിക്കൊരു പ്രോബ്ലം വന്നാൽ 10th കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വല്ല യൂറോപ്പിലെല്ലാം പോയിട്ട് വല്ല ഫോറിനറിൻ്റെ കല്യാണം ഉണ്ട്. 2 മണിക്കൂർ എക്സാം അല്ല 1/2 മണിക്കൂർ ഞാൻ ചെയ്യേ. പേഴ്സണലി ബിലീവറാണ്, ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്, ഹ്യൂമാനിറ്റേറിയലി എത്തിയിസ്റ്റ് ആണ്. മാത്സിൽ എൻ്റെ മാത്സ് ടീച്ചേഴ്സ് എല്ലാം ഒരുപാട് അവരെല്ലാം ഭയങ്കര പണി, ഒരു ആരും ചെയ്യാത്ത രീതിയിലേക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയും പെൺകുട്ടികളെ വളർത്താൻ ആൾക്കാർക്ക് പേടിയാണ്, പെൺകുട്ടികളെ ആൾക്കാർ ആണുങ്ങളാണ്. പക്ഷെ ആൺകുട്ടികളും എൻ്റെ അനുഭവം അതാണ്. ഞാൻ വഴിക്കൊണ്ട് നടന്നു പോകുമ്പോൾ പിടിക്കാൻ വരിക, എല്ലാ പ്രായത്തിൽ ഭയങ്കര പ്രശ്നമാണ്. നമസ്കാരം. 2022 ഫെബ്രുവരി 18-നാണ് ലാലേട്ടന്റെ ആറാട്ട് എന്ന മൂവി തിയേറ്ററുകളിലേക്ക് എത്തിയത്. അന്ന് തിയേറ്ററിൽ ലാലേട്ടൻ ആറാടുകയാണ് എന്ന് പറഞ്ഞ് വൈറലായി മാറിയ ആളാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ. പിന്നീട് അദ്ദേഹം തിയേറ്ററിലും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായി മാറി. എന്നാൽ നിത്യ മേനോനോട് ഇഷ്ടം പറഞ്ഞതടക്കം പല വിവാദങ്ങൾ, പോലീസ് കേസ്, റിവ്യൂവർ ആയതുകൊണ്ട് തന്നെയുള്ള ഭീഷണികൾ, പൊതുജനങ്ങളിൽ നിന്നും സിനിമാക്കാരിൽ നിന്നുമുള്ള അവഗണനകൾ, രാത്രിയിലുള്ള അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാം വീഡിയോസ്, ഇതെല്ലാം അദ്ദേഹത്തിനൊരു കോമാളി ഇമേജ് സോഷ്യൽ മീഡിയയിൽ ചാർത്തി കൊടുത്തു. എന്നാൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത സന്തോഷ് വർക്കിയുടെ മറ്റൊരു മുഖമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അറിയാം സന്തോഷ് വർക്കിയുടെ ജീവിതം. നമസ്കാരം ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോ ചേട്ടൻ എഴുതിയ ഒരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്, ഹൗ ടു ലീഡ് എ സക്സസ്ഫുൾ ക്രിയേറ്റീവ് ലൈഫ് ഫിലോസഫിയെ കുറിച്ചാണ്. അതെ, ടൈറ്റിൽ കൊടുത്തത് മാർക്കറ്റിംഗിന് വേണ്ടിയാണ്. അതെ, ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. കോഡ്സ് ആണ് ഫുള്ള്, 800 കോഡ്സ്. ഇത് വായിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണിത്. അതിൽ എന്നെ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3ാമത്തെ കോട്ടാണ്. അതായത് ഇറ്റ് ഈസ് ഈസി ടു മിസ്അണ്ടർസ്റ്റാൻഡ് ബട്ട് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. എന്റെ ഈ ഇന്റർവ്യൂവിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. സന്തോഷ് വർക്കി തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ഞാൻ. അതെ, അപ്പൊ എന്നെ ആദ്യം തന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് ആണ്. നമുക്ക് സംസാരിച്ചു തുടങ്ങാം ജീവിതം. 2022-ലാണ് ആറാട്ട് എന്ന മൂവി ഇന്നലെയായിരുന്നു. യെസ്, അതിനുശേഷമാണ് ഒരു സെലിബ്രിറ്റി ലൈഫ് വരുന്നത്. ഈ ഒന്നും പ്ലാൻഡ് അല്ല, സംഭവിച്ചാണ്. ആറാട്ടണ്ണൻ എന്ന പേരും ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒപ്പം നെഗറ്റീവും ഉണ്ട്. സൈബർ അറ്റാക്ക്, തെരുവിളിയൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് അത്ര തിക്ക് സ്കിൻഡ് അല്ല, അത്ര തൊലിക്കട്ടിയുള്ള ആളല്ല. അപ്പോൾ എനിക്ക് കുറച്ച് എഫക്റ്റ് ആവുന്നുണ്ട്, എസ്പെഷ്യലി കമന്റ്സ് എല്ലാം വായിക്കുമ്പോൾ. ഇങ്ങനെ വൈറലായി അതിന്റെ ഒരു അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല. 50% പോസിറ്റീവ്, 50% നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ആയിട്ടുള്ള എങ്ങനെയാണ് അത് ലൈഫിനെ അഫക്റ്റ് ചെയ്തതെന്നൊന്ന് പറയാമോ? വളരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നിർത്തിപ്പോയാലും ആലോചിച്ചിട്ടുണ്ട്. വളരെ വിഷമം തോന്നിയില്ലേ, എസ്പെഷ്യലി മരിച്ചു പോയ എൻ്റെ ഫാദറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ നമ്മൾ സത്യസത്യമായിട്ട് ഫ്രാങ്ക് ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവരും നേരിട്ട് പാർവതി ദീപത്താണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഇവരെല്ലാം നേരിട്ടാണ്. സത്യസന്ധ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സത്യങ്ങളുണ്ടാവും. അതെ, ഈ ഒരു മൂവി റിവ്യൂ എന്ന് പറയുന്നത് അന്നത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണോ? പണ്ടേ ചെയ്യായിരുന്നു, പക്ഷേ ഇത് ആയത് പ്ലാൻഡ് അല്ല. ഞാൻ കേട്ടിട്ടുണ്ട് മൂവി ഒരു റിവ്യൂവറിലാവണ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പ്ലാൻഡ് അല്ല, അറിയാതെ സംഭവിച്ചാണ്. ഈ മൂവി റിവ്യൂവർ ആയിട്ടാണ് പല ജനങ്ങൾക്കും അറിവുള്ളത്, പക്ഷെ അതല്ലാത്ത ഒരു സന്തോഷ് വർക്കി ഉണ്ട്. അതായത് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയ ഒരാൾ. ഇപ്പോൾ ഒരു ചെറുപ്പകാലം തൊട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ജനിച്ചും പാലക്കാട് ജനിച്ച എൻ്റെ ഫാമിലി വളരെ അക്കാഡമിക് പോലെ, എന്നെക്കാട്ടും അക്കാഡമിക് ആണ്. എൻ്റെ ഫാദർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. AMI വൺ എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയെടുത്താണ്. ഹി വാസ് എ വെരി ഗ്രേറ്റ് പേഴ്സൺ. പുള്ളി അത്ര ഫിനാൻസ്, പുള്ളി ഭയങ്കര അക്കാഡമിക് ഹോൾഡർ ആയിരുന്നു.
പിന്നെ എല്ലാം കൊണ്ടും ഗ്രേറ്റ് പേഴ്സണായിരുന്നു, ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. മരിച്ചുപോയി. മദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജിയിലാണ്. മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച. അവരുടെ ഹസ്ബൻഡ് സയൻറ്റിസ്റ്റാണ്, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ. മോൾ മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ സിസ്റ്റർ ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് MNCയിലെ വൈസ് പ്രസിഡൻ്റാണ്. മോന് ഡൽഹി IIT പഠിക്കുന്നു. ഞാനും എൻ്റെ സെക്കൻഡ് സിസ്റ്റർ നമ്മൾ 10 വയസ്സ് ഗ്യാപ്പുണ്ട്. ഏറ്റവും ഇളയ ആളാണ് അല്ലേ ഈ ഫാമിലി. എൻ്റെ ഫാദർ വളരെ സന്തോഷിച്ച ദിവസമാണ് ഞാൻ ജനിച്ച ദിവസം. അതെ, എന്നായിരുന്നു അത്? പുള്ളി മരിക്കുന്ന മുമ്പ് എല്ലാം കണ്ടു, നെറ്റ് JRF ഗേറ്റെല്ലാം കിട്ടുന്ന കണ്ടു, വയറിലാവണ് കണ്ടു. വയറിലായി പോകുമ്പോൾ നന്നായി സംശയിക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ February 18 വയറിലായത്, March 13 ഫാദർ മരിച്ചു പോയത്. അതെ, അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലെ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുള്ളൂ അല്ലേ? അങ്ങനെ വൈറലായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? പുള്ളി എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ പറഞ്ഞു നന്നായി സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. ചെറിയ പേടിയിലുണ്ടായി, കാരണം ഫിലിം ഇൻഡസ്ട്രിയിലായതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. പക്ഷേ അല്ല ആ സ്റ്റേജിന് മുമ്പ് പുള്ളി മരിച്ചു പോയി. അത് വല്ലാത്തൊരു എഫക്റ്റ് ചെയ്തു. ഇപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചിരിക്കാൻ പറ്റാത്ത, കാരണം ആ ഫാദർ മരിച്ച എഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നിപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എനിക്കാണ്, എവറിത്തിങ് ഐ ഹാവ് ടു ഡു. ഈ ഫിലിം റിവ്യൂ ആണ് ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം. ഞാൻ ആകെ ഫ്രൈഡേ മാത്രമേ വന്നിട്ട് തിയേറ്ററിൽ വരുന്നത്. പക്ഷേ ഇവിടെ ആൾക്കാർ പറഞ്ഞാൽ വന്നിട്ട് തിയേറ്റർ താമസമാണ്. ആകെ ഫ്രൈഡേ മാത്രമേ വരുന്നത്. എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. ഇപ്പോൾ ഗൃഹനാഥൻ ഞാനാണ്, PhD ഡോക്ടറേറ്റ് ചെയ്യണം, ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, ഒരുപാട് അതുകൊണ്ട് ചിരിക്കാൻ പറ്റാതിരിക്കണം. ഫാദറിന്റെ ഡെത്ത് എന്തുകൊണ്ടായിരുന്നു? മരണം എങ്ങനെയായിരുന്നു? ഭയങ്കര എഫക്റ്റ് ചെയ്തു, ഭയങ്കര എഫക്റ്റ്. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല. ഏജൻ്റ് ആയിരുന്നു, 80 years ഉണ്ടായിരുന്നു. എന്നാലും വളരെ ഷോക്കിംഗ് ആയിരുന്നു. അന്ന് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. ഫാദറുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പേരൻസ് രണ്ടുപേരും ഉണ്ട്. ഫാദർ അങ്ങനെ നല്ലൊരു മനസ്സിലായി, വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ്. പക്ഷേ എന്നെക്കാട്ടുള്ള വളരെ സ്ക്രൂഡായി. പുള്ളി ആർക്കും പറ്റിക്കാനും പറ്റില്ല, വെരി സ്ക്രൂഡ്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിൽ നിന്ന്. സെൽഫ് മെയ്ഡ് ആയിരുന്നു പുള്ളി, എല്ലാം സ്വന്തമായി ഉണ്ടാക്കിയതാണ്. പുള്ളിയുടെ ഫാമിലി ആണെങ്കിൽ എല്ലാം. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു ലൈഫ് ലെസൺ അതെന്താ? ഒരുപാടുണ്ട്. വളരെ വയസ്സായിരുന്നു, എന്നെക്കാട്ടും വയസ്സായിരുന്നു, വളരെ സ്ക്രൂഡായിരുന്നു. ഒരുപാട് ക്വാളിറ്റീസ്. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു, അതിൻ്റെ ഒപ്പം നല്ല മനസ്സായിരുന്നു, വളരെ ബ്രോഡ് മൈൻഡർ ആയിരുന്നു, നല്ല ബോധമുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. എല്ലാം കമ്പൈൻ ചെയ്ത ഒരാളായിരുന്നു. വാസ് എ വെരി ഗ്രേറ്റ് പേഴ്സൺ. ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല. പുള്ളി ഏറ്റവും താഴേന്ന് വന്ന് ഏറ്റവും ടോപ്പിലെത്തിയ ആളാണ്. അച്ഛന് മകനെ കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കുമല്ലോ, എന്തായിരുന്നു അത്? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല ഞാനൊരു പ്രൊഫസറായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രൊഫസർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇവിടെ എനിക്ക് IIT കിട്ടിയതാണ്. IIT പാലക്കാട് കയറാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ ഫാദർ വീട്ടിൽ പണിണ്ടായിരുന്നു പണ്ട്, അത് തിരിച്ച് വാങ്ങിക്കണം, അവിടെ പോകണമൊക്കെയാണ് പ്ലാൻ. പക്ഷെ എല്ലാം പോയി. പെട്ടെന്നാലും എല്ലാം മാറി മറിഞ്ഞു പോയത്. ഒന്ന് വൈറലായതും ഫാദറിൻ്റെ മരണം അത് വളരെ എഫക്റ്റ് ചെയ്തു. അമ്മയോ? അമ്മ ഇപ്പോൾ എത്ര ഏജായി? ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാ? അമ്മ കുഴപ്പമൊന്നുമില്ല, അമ്മ സപ്പോർട്ടീവാണ്. ഇങ്ങനെ വൈറലാവുന്ന വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ അമ്മ? അമ്മ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് വന്നത് പക്ഷെ അറിയാറുണ്ട്. സിബ്ലിങ്സുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അവർ വരല് അങ്ങനെ കൂടുതൽ വർഷത്തിലൊരിക്കലൊക്കെ വരും. അവർക്കെതിരെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടതൊക്കെ ഞാൻ കണ്ടിരുന്നു. അവർക്കെതിരെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടതൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്തായിരുന്നു അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ? അല്ല ഇപ്പൊ മദറിനെ നോക്കുന്ന റെസ്പോൺസിബിലിറ്റി എൻ്റെ മാത്രമായി. അവർ മാറിയിരിക്കുകയാണ്, ഒരു കോൺടാക്ട് വെക്കുന്നില്ല, ഫാമിലി മദറായിട്ട് കോൺടാക്ട് വെക്കുന്നില്ല. അല്ല കാരണമാണ് അങ്ങനെ പറഞ്ഞത്, ഒരു കോൺടാക്റ്റും വെക്കുന്നില്ല. ഇപ്പോൾ ഈ അമ്മ എന്നുള്ളൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അമ്മയെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണോ ഈ ഒരു കരിയർ? യൂറോപ്പിൽ പോയിട്ട് ഫുൾ റൈസ് കോഴ്സിന് പോവാം, IIT ബോംബെയിൽ കൂടെ പോയായിരുന്നു, എല്ലാം ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നല്ലോ ഫാമിലിക്ക് വേണ്ടി. എൻ്റെ ഫാദർ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത ആളാണ്. എന്തൊക്കെയായിരുന്നു അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ? വേറെ പല ആൾക്കാരും കളിയാക്കിയിട്ടില്ലാണ്. പക്ഷെ എനിക്ക് വേറെ അല്ലെങ്കിൽ പിന്നെ മദർ എവരുടെ മോനെ ഓൾഡ് ഹോമിലാക്കുക, അങ്ങനെ അതെനിക്ക് പറ്റില്ല. എന്തായാലും അമ്മയുടെ എല്ലാ കാല ശേഷം ഞാൻ യൂറോപ്പിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു റിവ്യൂവർ എന്ന ലൈഫൊക്കെ എത്ര നാൾ നിൽക്കുമെന്ന് അറിയില്ലല്ലോ. ഫെയിം എനിക്കത് കുറച്ച് ഇന്റലക്ച്വൽ രീതിയിലാക്കണമുണ്ട്. ഇപ്പോൾ വൈശാഖൻ തമ്പി അല്ലെങ്കിൽ മറ്റേ മൈത്രിനെ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് മാറ്റണമുണ്ട്. പക്ഷെ മെയിൻലി ഓൺലൈൻ മീഡിയ നമ്മളൊരു കോമാളിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അവരുടെ സർവൈവലിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയുള്ളൂ ആരാണ്. എല്ലാവർക്കും അറിയാവുന്ന ആരാട്ടനെ സന്തോഷ് വർക്കി വളരെ കുറച്ചവർക്ക് അറിയുള്ളൂ. അതെ, അങ്ങനെ ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആരാണ് സന്തോഷ് വർക്കി എന്ന് പറയാൻ ഒരു അവസരമാണിത്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആരാണ് സന്തോഷ് വർക്കി? ഞാൻ പലപ്പോഴും എഴുതാറുണ്ട്. ഫ്രം സന്തോഷ് എഴുതാറുണ്ട്. ഞാൻ ഒരു എഞ്ചിനീയറാണ്, ഫിലോസഫറാണ്, റൈറ്ററാണ്. 10 ബുക്ക് എഴുതിയിട്ടുണ്ട്, 2 പബ്ലിഷ് ചെയ്തു ആമസോണിൽ. പിന്നെ ഒരു മൂവി റിവ്യൂറാണ്. പിന്നെ ഞാൻ ചെറുപ്പത്തിലെ മാത്സിൽ വളരെ പ്രോഡിജിയായി. IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ്. പിന്നെന്താണ് PhD ചെയ്യുന്നു, JRF കിട്ടിയ ആളാണ്.
ഇതൊന്നും പല ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ സർട്ടിഫിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണോ ഭയങ്കര ഹൗസ് പോകൻ, വളരെ ഫ്രാങ്ക് ആയിപ്പോയി. പക്ഷേ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഡിപ്ലോമാറ്റിക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രാങ്ക് ആയിപ്പോയി, ഓവർ ഫ്രാങ്കാണ്. എൻ്റെ ഫാദർ വളരെ ഡിപ്ലോമാറ്റിക് ആയിരുന്നു, അങ്ങനെ ആവണമായിരുന്നു, വളരെ വയസ്സായിരുന്നു, അതുപോലെ എല്ലാം ആവണമായിരുന്നു. പക്ഷേ ബിഫോർ ഹിം ഐ ആം നത്തിങ്. ഈ എഞ്ചിനീയറിംഗ് ലൈഫ് എന്തായിരുന്നു സ്പെഷ്യലൈസേഷൻ? എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. അതിൽ നിന്ന് ഈ ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഫിലോസഫി ഇലക്ട്രോണിക്സ് ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്ക് ഫിലോസഫി ആയിരുന്നു കൂടുതൽ താല്പര്യം. ഫിലോസഫി ഇന്റലക്ച്വൽ സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഫിലോസഫിയിലേക്ക് തിരിഞ്ഞത്. ഈ ലൈഫിനെ കുറിച്ചുള്ളൊരു ഫിലോസഫി എന്താണ് സന്തോഷം? ലൈഫ് ഫിലോസഫിയാണ് ഈ ബുക്ക് മുഴുവൻ, ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഫിലോസഫി ഗൈഡ് ചെയ്ത ഇവിടെ കൊച്ചി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉണ്ടായി, ഡോക്ടർ ബാബു ജോസ് സാറാണ്. പുള്ളി തിയറി ഫിസിസ്റ്റും ഒക്കെയാണ്, പുള്ളിയാണ് എന്നെ ഗൈഡ് ചെയ്തത്. എനിക്ക് സബ്ജക്റ്റ് വളരെ റിഗറസ് ആണ്, ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് വളരെ പാഷനേറ്റ് ആണ്. ആൾക്കാർ പറയും ഫിലോസഫി പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡ്രൈ ആയി തോന്നും, പക്ഷേ എനിക്ക് ഡ്രൈ ആയിട്ട് തോന്നും. പിന്നെ അത്യാവശ്യം തലയിൽ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്, കുറച്ച് അവര് അത്ര കുറച്ച് എക്സെൻട്രിക് ആയി ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു കരിയർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഇതിനും ഉണ്ട്, സ്കോളർഷിപ്പിലുണ്ട്. റൈറ്റ് നൗ ഐ ആം ഗെറ്റിംഗ് 45,000 50,000 സ്കോളർഷിപ്പ് ഉണ്ട്. ഇതിനും ഉണ്ട്. പക്ഷേ ഇതിന് യൂണിവേഴ്സിറ്റിയിൽ കയറാം, നമുക്ക് ബുക്ക് ചെയ്താം, റിസർച്ച് ചെയ്യാം, പഠിപ്പിക്കാം. സോ ഒരുപാട് നമുക്ക് ജീവിച്ചു പോകാനുള്ള കാശുകൾ കിട്ടും. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ലൈഫൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നു, പിന്നീട് അടിച്ചു പൊളിക്കുന്നു, അങ്ങനെയുള്ള ലൈഫ്. IT ലൈഫിൽ അങ്ങനെയാണ്. ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ സൗഹൃദങ്ങളും നമ്മുടെ കൂടെ കൂടാൻ കുറച്ച് പണിയായിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നതൊന്നും ചിലപ്പോൾ അവർക്ക് കണക്ട് ആവണമെന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടില്ലേ? ഒരുപാട് ടെർമിനോളജി ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒരുമാതിരി ഫിലോസഫേഴ്സ് എല്ലാം വട്ടന്മാരാണ്. അത് ഞാൻ എങ്ങനെ ചോദിക്കാം? വട്ടന്മാർ തന്നെയാണ്, ട്രബിൾ മേക്കേഴ്സും ആണ്. കാരണം സാധാരണക്കാർക്ക് അഭിപ്രായം ഉണ്ടാവും, ഇവർ വളരെ ഡീപ്പിൽ അനലൈസ് ചെയ്ത് ഇവരുടെ ഉത്തരം വേറെ ആയി. അപ്പോൾ ഈ സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാനും പല ആൾക്കാരും തമ്മിലുണ്ടാവുന്ന പ്രശ്നം. ഞാൻ പറയുന്നത് പലതും പലർക്കും മനസ്സിലാവുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെ. ഈ സയൻസും ഫിലോസഫിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ? സയൻസ് ഫിലോസഫിയുടെ വൺ ഓഫ് ദി ഭാഗമാണ്. ഫിലോസഫി മാത്സ്, ഫിലോസഫി സയൻസ്, ഫിലോസഫി എഞ്ചിനീയറിംഗ്, ഫിലോസഫി ടെക്നോളജി, ഫിലോസഫി ആർട്ട്, അങ്ങനെ ഫിലോസഫി എല്ലായിടത്തും ഉണ്ട്. ഫിലോസഫിയുടെ ഭാഗം മാത്രമാണ് സയൻസ്. ഇന്നിപ്പോൾ പല ആൾക്കാരും സയൻസ് വെച്ച് ദൈവമില്ലെന്ന് തെളിയിക്കാം. പക്ഷേ സയൻസ് ഫൈനൈറ്റാണ്. സയൻസ് ഡീൽ ചെയ്യാൻ ലോജിക്കൽ എംപറിക്കൽ കാര്യം. സയൻസിന് വെച്ച് ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഗോഡ് അത് മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററിലൊക്കെ ബിയോണ്ട് ദാറ്റാണ്. ഇപ്പോൾ പല ഗ്രൂപ്പും രവിചന്ദ്രൻ്റെ പല ഗ്രൂപ്പും അവർ സയൻസ് വെച്ച് ദൈവം എന്ന് പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലെ പോലെ സയൻസ് റിലീജിയനായിട്ട് മാറുക, ഡോഗ്മാറ്റിക്കാണ്. ഇപ്പോൾ സയൻസ് വെച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ മാത്സിൽ സയൻസിൽ ഹൗ ആണ്, ഫിസിക്സ് ഫിലോസഫിയിൽ വൈ ആണ്. ഫിലോസഫി എല്ലാ സബ്ജക്റ്റ് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ലൈഫിൽ എല്ലാ ഫേസിലും ഉണ്ട്, എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. പക്ഷേ ഇത് ഒതുക്കി വെക്കാൻ കാരണം ബിക്കോസ് ഇറ്റ് ഇസ് സെർച്ച് ഫോർ ട്രൂത്ത്. സത്യത്തിന് വേണ്ടി സെർച്ച് ചെയ്യുകൊണ്ട് കള്ളന്മാർ ഇത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏറ്റവും ആപ്ലിക്കേഷൻ വരുന്ന സബ്ജക്റ്റാണ്. ഈ പഠനവും രണ്ട് തരത്തിലായിരിക്കണല്ലോ. ഇപ്പോൾ സയൻസ് പഠിക്കുന്നതും ഫിലോസഫി പഠിക്കുന്നതും രണ്ട് രീതി. ഞാൻ റിസർച്ച് ചെയ്ത ഫിലോസഫി സയൻസിലാണ്. ഓക്കെ. അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് മാത്സിൽ പ്രോഡിജി ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ നമ്മുടെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി അങ്ങനെയൊക്കെ പോലെ എന്റെ ഫാദർ ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. മെന്റൽ അരിത്മെറ്റിക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. എനിക്കൊരു പ്രോബ്ലം വന്നത് 10th കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അന്ന് മെഡിസിൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ബയോളജി താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അന്നേ വല്ല IIT പോയി അങ്ങനെ പോകേണ്ട ആളായാണ്. അവിടെ ചെറിയ പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകണ്ടേ. ഇപ്പോൾ സംസാരിച്ചതിൽ നിന്ന് വളരെ പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടി, പക്ഷെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതാണ്, പാരൻസിന് വേണ്ടിയിട്ട് കരിയർ സാക്രിഫൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ഫാദർ മേടിച്ചപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞതാണ്, അച്ഛനും അമ്മയും ശ്രമിക്കും, വേറെ ആൾ ശ്രമിക്കില്ല. അതുപോലത്തെ റിലേഷൻ വേറെ ബാക്കി എല്ലാ റിലേഷൻഷിപ്പും ഇപ്പോൾ ഈവൻ സ്പൗസ് ആണെങ്കിലും എല്ലാം എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ആവാം. ഈ ഒരു റിലേഷൻ ബ്രേക്ക് ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്, ബ്രേക്ക് ആകാൻ പറ്റില്ല. പക്ഷെ ഒന്നുകൂടെ ചിന്തിച്ചു കഴിയുമ്പോഴേ ഇന്നത്തെ ഒരു തലമുറ ചിന്തിക്കുന്നത് ഇന്നത്തെ ജനറേഷൻ പെണ്ണുങ്ങളെ എനിക്ക് വളരെ പേടിയാണ്. എന്താണ് വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ ഇനിയൊന്നും വേണ്ടെന്നാണ്, കുറേ എല്ലാം മതിയായി. വല്ല യൂറോപ്പിലെല്ലാം പോയിട്ട് വല്ല ഫോറിനറിനെ കല്യാണം ഉണ്ട്, അങ്ങനെ സെറ്റിൽ ചെയ്താണ്. ഇവിടുത്തെ എനിക്ക് വളരെ പേടിയാണ്. കാരണം എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. കാരണം ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഭയങ്കര പണി കിട്ടുന്ന പരിപാടികളാണ്. കാരണം ഇവർ നിയമങ്ങൾ അവർക്ക് അടിപൊളിയാണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് തിരിയാം. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ലൈഫ് ഏജ് ഓവർ ആയി എന്നുള്ളൊരു സാധനം പ്രശ്നമല്ല. ഏജ് ഒന്നും പ്രശ്നമല്ല.
പക്ഷേ എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊരു ഒരു ധൈര്യമില്ല. കാരണം ഭയങ്കര പണി കിട്ടുന്ന എപ്പോഴാണ് പണി കിട്ടുന്നത് പറയാൻ പറ്റില്ല. മലയാളികളെ മൊത്തത്തിലൊരു പേടിയുണ്ടോ ഇപ്പോൾ? മലയാളികൾ ബേസിക്കലി ഫ്രോഡുകളാണ്. മലയാളികൾ ബേസിക്കലി ഫ്രോഡുകൾ, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ അറിഞ്ഞ് ചതിക്കുന്നവരാണ് പിന്നെ അത് മാത്രമല്ല അവർക്ക് ഭയങ്കര വക്രതയും ഭയങ്കര അസൂയുള്ളവരാണ്. ഇപ്പം ഞാൻ തന്നെ വേറെ സ്ഥലത്താണ് അല്ലെങ്കിൽ വേറെ ലെവലിൽ പോയാണ്. ഇവിടുത്തെ ആൾക്കാർ അംഗീകരിക്കുന്നില്ല. ഇവിടെ നല്ല മനസ്സുള്ള ആൾക്കാർ കുറവാണ്. ഇപ്പോൾ നിത്യാമേനോനായിട്ടുള്ള ഒരു ഇഷ്യൂ, ഇതിനകത്ത് ആദ്യം നിത്യാമേനോന്റെ പേര് പരാമർശിച്ച് ഞാൻ കണ്ടു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞുള്ള പേജിൽ. അതിനകത്ത് പക്ഷേ അയ്യാം എന്നുള്ളതാണ് വെട്ടിയിട്ടേക്കുന്നത്. ഓക്കെ, ആ ഒരു ഇഷ്യൂ മാനസികമായിട്ട് ഭയങ്കര തകർത്ത് കളഞ്ഞ ഒരു ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ഞാൻ. കാരണം അവർ വന്ന് പറഞ്ഞത് അവർ കള്ളം പറഞ്ഞിട്ടില്ല, പക്ഷേ അവരോട് ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞതാണ് അവർ പറഞ്ഞത്. ഈ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞ അടുത്തുകൾ അത് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അവർ പറഞ്ഞാണ് അവർക്ക് പറയാം. അത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു. സ്റ്റോക്കർ എന്ന് പറഞ്ഞു ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. കൂടെയുള്ളവരൊക്കെ കല്യാണം കഴിച്ച് സെറ്റിലായിട്ടുണ്ട് ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അവരെല്ലാം അവർക്കെല്ലാം എന്നോട് അസൂയാണ്. ഇപ്പം ഞാൻ ഫ്രീ ബേർഡേ നടക്കുന്നുണ്ട്. അവർക്കെല്ലാം കല്യാണം കഴിച്ച് പിള്ളേരായ മതിയായി എന്ന് പറയാൻ. എസ്പെഷ്യലി കോവിഡിൽ വന്നപ്പോൾ ഫിനാൻഷ്യൽ ലോസ് എല്ലാം വന്ന് അവർക്കെല്ലാം ആക്ച്വലി എൻ്റെ കൂടെ എഞ്ചിങ് പഠിച്ച പിള്ളേർക്കെല്ലാം എന്നോട് അസൂയാണ്. കാരണം ഞാൻ ഫ്രീ ബേർഡേ നടക്കുകയാണ്. ഈ കല്യാണം കഴിച്ച് 2 പിള്ളേരായ ആൾക്കാരുടെ അവസ്ഥ വളരെ ധൈര്യമാണ്. അങ്ങനെ ആഗ്രഹം തോന്നില്ല കുട്ടികളൊക്കെ വേണം, നെക്സ്റ്റ് ജനറേഷനൊക്കെ വേണം, കുട്ടികളൊക്കെ വേണം. കുട്ടികൾ വേണമെന്ന് വലിയ ആഗ്രഹമില്ല. കല്യാണം ചെയ്താൽ ഒരു ഫ്രണ്ട് പോലെ ആള് കുട്ടികളുണ്ടാകാൻ വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളും അങ്ങനെയാണല്ലോ, അവർ പിള്ളേരും വേണ്ടെന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തത്തെ പേടിച്ച് അതല്ല എനിക്ക് ഉത്തരവാദിത്തമല്ല, എനിക്ക് അങ്ങനത്തെ വലിയൊരു ഇതില്ല. അത് മിക്ക ആൾക്കാർക്കും ഇപ്പൊ അങ്ങനെയാണ്. കുട്ടികളോട് വിരോധം, അവരെല്ലാം ഏറ്റവും നിഷ്കളങ്കര. അതല്ല, എനിക്ക് കുറച്ച് ഇന്റലക്ച്വൽ അങ്ങനെ പോകേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര ഇഷ്ടമായി മാറിയത്? സിനിമ അങ്ങനെ എനിക്ക് മ്യൂസിക്കാണ് ബേസിക് താല്പര്യം. സിനിമ എന്നെ സംബന്ധിച്ചോളം വെറും എൻ്റർടൈൻമെൻ്റ് അല്ല, ഒരു മെസ്സേജ് കൊടുക്കാണ്ട് ഒപ്പം എൻ്റർടൈൻമെൻറ്റ് ആ രീതിയിലാണ്. അപ്പോൾ ചെറുപ്പം മുതലേ മോഹൻലാലിൻ്റെ വലിയ ഫാനായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലെ ക്രിക്കറ്റായിരുന്നു വലിയ താല്പര്യം. സച്ചിന് മോഹൻലാലാണെന്നാണ്. പിന്നെ ഒരു 12th കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയത്. സിനിമ എനിക്ക് ഇഷ്ടമാണ്. അല്ല ഹോബി എന്നല്ല, ഹോബി മ്യൂസിക്കാണ്. പഠനകാലം എങ്ങനെയായിരുന്നു? എവിടെയാണ് പഠിച്ചതൊക്കെ? പഠിച്ചത് ജനിച്ചത് പാലക്കാടാണ്. ബാർമാതയിലായിരുന്നു 8 വയസ്സ് വരെ. അത് കഴിഞ്ഞ് പിന്നെ ഫാദർ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടേക്കാണ് പഠിച്ചത്, രാജഗിരി മറ്റേക്ക് പഠിച്ചത്. ഇപ്പോൾ പറഞ്ഞല്ലോ മാത്സിൽ പ്രോഡിജി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ഒരു 2 മണിക്കൂർ എക്സാം അല്ല, 1/2 മണിക്കൂർ ഞാൻ ചെയ്യേ. ഓക്കെ, ഈ ഒരു അങ്ങനെ പോണ്ടേ, ആ ഒരു ഇതിൽ പോണ്ടേ. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഇപ്പൊ തന്നെ എനിക്ക് IIT ബോംബെയിലാണ് പോയെങ്കിൽ പോലെ ഹാർവാർഡോ ഓക്സ്ഫോർഡോ എവിടെ എത്തിയായിരുന്നു. എനിക്ക് ആ ലെവലിൽ പോണ്ടേ. ഈ ഒരു ബ്രില്യൻസ് ഒക്കെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് സംഭവിച്ച് ഫാദറിന്റെ ഡെത്താണ്. അപ്പോഴാണ് പല ആളുകളുടെ തനിനിറം മനസ്സിലായത്. അങ്ങനെ പറയാൻ കാരണം അത് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അതുവരെ കണ്ട ആൾക്കാരല്ല പിന്നീട്. ആർക്കാ ഒരു ചേഞ്ച് തോന്നിയത്? എല്ലാവർക്കും അതുവരെ എല്ലാവരും തരത്തിലും അഭിനയമായി. ഇപ്പോഴാണ് റിയാലിറ്റി വരുന്നത്. ബന്ധുക്കളുടെ കാര്യമാണോ അതെയോ? ബന്ധുക്കളും സിസ്റ്റേഴ്സും എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ഈ സിസ്റ്റേഴ്സ് അവരിങ്ങനെ ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ, അവർ കാണുന്നുണ്ടാവും. അവരെന്തെങ്കിലും ഫീഡ്ബാക്ക് തരാറുണ്ട്? ചിലർ പറഞ്ഞിട്ടുണ്ട്, 3 സിസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആക്ട്രസ്മാരുടെ ക്രഷാണ് അങ്ങനെ പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു. അത് ചോദിച്ചിട്ടുണ്ട്. അതൊന്നല്ല അവരുടെ പ്രശ്നം, അവർക്ക് വേറെ വല്ലതുമാണ്. അമ്മേനെ നോക്കിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ സ്വപ്നങ്ങളെ ചേസ് ഇവൻ കോളിങ്. അതാണ് എനിക്ക് നല്ല പ്രശ്നം. വിളിക്കുന്ന പോലും ഇല്ല. അങ്ങോട്ട് വിളിക്കില്ല. പണ്ട് അങ്ങോട്ട് വിളിച്ചാൽ എടുക്കില്ല. എന്ത് ചെയ്യാനാ? അവർക്ക് ചിലപ്പോ ഇങ്ങനെ ഈ ഒരു എനിക്ക് അവരായിട്ട് ഇത് ഇപ്പൊ ഈ വയലൻസ് അല്ല, അത് മുമ്പേ ഉള്ള പ്രശ്നമാണ്, വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. ചെറുപ്പത്തിലെല്ലാം അവർ എൻ്റെ എടുത്തു നടന്ന ആൾക്കാരാണ്, നല്ല അടുപ്പമായ. വൺസ് ദേ സ്റ്റാർട്ട് ഏർണിങ് മണി, അപ്പോൾ മാറിയതാണ്. സന്തോഷം ചേട്ടനും ഇപ്പൊ ഏൺ ചെയ്യുന്നുണ്ടല്ലോ, ചേട്ടന് മണി ഏൺ ചെയ്യുമ്പോൾ അതല്ല, നമുക്ക് ഈ മണി ഭയങ്കര കൂടുതൽ വരുമ്പോൾ എസ്പെഷ്യലി കുറ്റം പറയാനല്ല, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ച് വരും. ഇപ്പം നമ്മുടെ ലാസ്റ്റ് ലാലേട്ടൻ മറ്റേ ഗീതയെ നോക്കി പറയണ്ട, അധികാര തിമിരം ബാധിച്ചു എന്ന് പറയുന്നില്ല. അത് പെണ്ണുങ്ങൾ കുഴപ്പമില്ല. കാരണം പെണ്ണുങ്ങൾ ഈ വീട്ടിനുള്ളിൽ നീന്തിരുന്ന് പെട്ടെന്ന് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു മെച്യൂരിറ്റി ഇല്ല. അത് ആണുങ്ങൾ ഒതുക്കി വെച്ചുകൊണ്ടാണ് ആ പ്രശ്നം പെണ്ണുങ്ങൾക്ക് വരുന്നുണ്ട്. മനസ്സിലേക്ക് ഫെയിം ആൻഡ് മണി അവർ വളരെയധികം മാറും. ഇപ്പോൾ സിനിമ നടന്മാർ ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്കയിൽ പണ്ട് എങ്ങനെയാണ് അതേപോലെയാണ് ഇപ്പോഴും. പക്ഷേ സിനിമ നടിമാർ ഒരുപാട് മാറും. പഴയ നയൻതാരയാണ് ഇപ്പോഴത്തെ നയൻതാര. എല്ലാവരും മാറിയില്ലേ. അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് അത് കാരണം ആണുങ്ങളാണ്. കാരണം ഇവരിങ്ങനെ പണ്ട് മുതലേ സപ്രസിൽ വെച്ച് ഇവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു മെച്യൂരിറ്റി ഇല്ല. അല്ല അവരുടെ കുഴപ്പമല്ല, അതാണ് നടക്കുന്നത്. വൺസ് ദേ ഗെറ്റ് ഫെയിം, വൺസ് ദേ ഗെറ്റ് മണി, പിന്നെ അവർ ഭയങ്കര ഇത് വേറെ ഇതിൽ പോവുകയാണ്. സിസ്റ്റേഴ്സിൽ നിന്ന് പഠിച്ച കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ എന്താ? മൂത്ത സിസ്റ്റർ വളരെ സ്റ്റുഡിയസ് ആയിരുന്നു.
വളരെ അക്കാഡമിക് ആയിട്ട് അങ്ങനെയൊക്കെയാണ്, വളരെ ഫോക്കസ്ഡ് ആണെങ്കിലാണ്. രണ്ടാമത്തെ ആളാണെങ്കിൽ വളരെ സ്ട്രോങ് മൈൻഡുള്ള ആളാണ്. ഞാൻ അത്രയും സ്ട്രോങ് മൈൻഡ് ഇല്ല, നല്ല സ്ട്രോങ് മൈൻഡുള്ള ആളാണ്. നല്ല ബന്ധങ്ങളായിരുന്നു, പക്ഷേ ഇപ്പോൾ അയാൾ പോയി. അതൊന്ന് റീകണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ചെറുപ്പത്തിൽ എന്നെ എടുത്തുകൊണ്ട് നടന്നല്ലേ, ഞാൻ എൻ്റെ മോൻ്റെ 10 വയസ്സ് മൂത്താണ് അവരെ എടുത്തുകൊണ്ട് നടന്നുള്ള നല്ല റിലേഷൻഷിപ്പാണ്. ഇനി എൻ്റെ ഫാദറിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു 3 പേരും ഒന്നിച്ച് നന്നായിട്ട് പോകണോ. അതിപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ സൈഡിൽ വരുന്നുണ്ട്. അതൊരു പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിന് മുമ്പേ ഉള്ളതാണ്. അമ്മേനെ നോക്കിയാൽ എനിക്ക് പോയി പഠിക്കാമായിരുന്നു എന്ന് അവരോട് പറഞ്ഞിട്ടില്ലേ? അമ്മേനെ ടേക്ക് കെയർ ആണെങ്കിൽ ഞാൻ പോയി പഠിക്കാമായിരുന്നു എന്ന് അവരോട് ചോദിച്ചിട്ടില്ല? ഞാനിപ്പോൾ PhD ചെയ്യണ്ട, എനിക്ക് IIT ബോംബെയിൽ പോകാമായിരുന്നു. അങ്ങനെ പോയെങ്കിൽ പിന്നെ അങ്ങനെ പോകാമായിരുന്നു. എന്ത് ചെയ്യാനാ? സിസ്റ്റേഴ്സിനെ ഒക്കെ കാണാത്തോണ്ട് അമ്മയ്ക്ക് ഇപ്പൊ ആ ഒരു വിഷമമുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രല്ലേ ഈ വീട്ടിലുള്ളൂ? അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ ഒരു സ്നേഹവും ബോണ്ടും കാര്യങ്ങളും? അമ്മ എന്ന് പറയുമ്പോ എന്താ? അമ്മയുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് ആണ് വീട്ടിലിരിക്കുന്നില്ലെന്നാണ്. കാരണം എനിക്ക് ഒരുപാട് കാര്യം ചെയ്യണമല്ലോ. വീട്ടിലിരിക്കുന്ന കംപ്ലൈന്റ് ഉണ്ട്. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു പട്ടിയുണ്ട് എനിക്ക്, പട്ടീനെ വളർത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് യാത്രകൾ അങ്ങനെയൊക്കെ പോവാറുണ്ടോ? അങ്ങനെ ഇടയ്ക്ക് വണ്ടിയിലെടുത്ത് പോകാറുണ്ട്, പക്ഷേ യാത്രയോട് അങ്ങനെ പോകാറില്ല. മാത്രമല്ല പ്രായമായില്ല, 74 years ആയി. നമ്മുടെ മമ്മൂട്ടിയുടെ ഒപ്പം പഠിച്ച ആളാണ്. കണ്ടു കഴിഞ്ഞാൽ അമ്മയും മോനാണ് ഉപയോഗിക്കും. രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചാണ് മഹാരാഷ്ട്ര കോളേജിലുള്ള. പക്ഷേ പുള്ളിക്കാരത്തി കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഭയങ്കര, കാരണം പ്രായം ഒന്നാണ്. അപ്പോഴേ മമ്മൂട്ടി യഥാർത്ഥ പ്രായം മനസ്സിലാവും. 74 വയസ്സിലായി. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾ പരസ്പരമുള്ള 3 പേരായിരുന്നു. ഇപ്പോൾ ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, ഫാദറിന്. എനിക്കറിയില്ല ഇപ്പോൾ എവിടെയാണ്. കാരണം നമ്മൾ സ്പിരിച്വലായി ചിന്തിക്കുകയാണെങ്കിൽ ഹെവൻ ഹെൽ പറയും. പക്ഷേ ഫിലോസഫിയിൽ മറ്റേ രീതിയിൽ ചിന്തിക്കുമ്പോൾ മെറ്റീരിയൽസ് ചെയ്ത് ആൾക്കാർ പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് ആളും പിന്നെ ഒന്നും ഇല്ലെന്ന് പറയണം, ആത്മാവാകുന്നത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ സ്പിരിച്വലായി ചിന്തിക്കാൻ നോക്കുകയാണ്. കാരണം എനിക്ക് ആഫ്റ്റർ മൈ ഡെത്ത് എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല. 50-50 ആണ്. മറ്റേ ഈ സ്പിരിച്വൽ ആണെങ്കിൽ ഹെവനിലാണ് ഉറപ്പാണ്, ഇല്ലെങ്കിൽ പുള്ളി പോയി. എനിക്ക് അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ ഒരു കാര്യത്തിലാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ ഫിലോസഫിയും തമ്മിലുള്ളൊരു. ഞാൻ പേഴ്സണലി ബിലീവർ ആണ്, ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്, ഹ്യൂമാനിറ്റേറിയലി എത്തീസ്റ്റ് ആണ്. കാരണം പേഴ്സണലി എനിക്ക് പ്രാർത്ഥിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്റലക്ച്വലി ആണ് നമ്മൾ ബയസ്ഡ് അല്ലാതെ ഒരു നിഷ്പക്ഷമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്ന് പറയാം. അതാ ശരിക്കും ബിലീഫാണ്. എത്തീസ്റ്റ് പറയാൻ കാരണം ഹ്യൂമാനിറ്റിയിൽ, കാരണം ഈ ലോകത്ത് നടക്കുന്ന മിക്ക നെഗറ്റീവാണ്. ഇത്രയും നെഗറ്റീവ് നന്മയുള്ള ഗോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ ലോഹിദാസില പറഞ്ഞ നെഗറ്റീവ് എനർജി ഉണ്ട്. ഇപ്പം നല്ല മനുഷ്യർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ വിശ്വാസിയാണെങ്കിലും ശരിക്കുള്ള ബിലീഫാണ് അഗ്നോസ്റ്റിസം. ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫുൾ തള്ളി പറയാത്ത. അത് നടന്നിട്ടും ഉണ്ടാവും. അപ്പോൾ നടന്നുണ്ട്. പള്ളിയിൽ പോവുക അങ്ങനെയൊക്കെയുള്ള വളരെ ഫാദർ ആ സമയത്ത് പോയില്ലേ. അവിടെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ചേർച്ച് അല്ലേ, വെറുതെ പുരോഹിതന്മാർക്ക് ഹാസിലാക്കാനുള്ള പരിപാടി. ഇവർ ഒരു മണിക്കൂറോട് കുർബാന നടത്തിയ ശേഷം പിന്നീട് സ്പോൺസർഷിപ്പിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മണി മേക്കിങ് ദൈവം വേണം, പക്ഷേ റിലീജിയൻ്റെ ആശയം റിലീജിയൻ മനുഷ്യണ്ടാക്കിയതാണ്. അത് മിക്കത് ഈ പുരോഹിതന്മാർക്ക് ആശയത്താണ് മറ്റേക്കാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പള്ളി പോകാറില്ല. ഒരു കാര്യങ്ങൾക്കും വേണ്ടി ആവശ്യം ഫാദർ വെച്ചപ്പോൾ പോയി, പിന്നെ ഒരു 1-2 മാസം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതിനുള്ള പോയി. അല്ലാതെ ഞാൻ സൺഡേ പോകാറില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷർ തോന്നിയിട്ടില്ലേ? പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രഷറൊക്കെ തന്നിട്ടില്ലേ? മദർ ഭയങ്കര റിലീജിയസ് ആണ്. ഇപ്പൊ പോകാറില്ല, വയ്യാത്തതിൻ്റെ ഒരു. ഈ പഠിക്കുന്ന കാലഘട്ടത്തിലേ ഇപ്പൊ പറഞ്ഞല്ലോ മാത്സിലൊക്കെ പ്രോഡിജി ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടീച്ചേഴ്സ് സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരാളിൽ കണ്ട് അതിശയിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മാത്സിലോ എൻ്റെ മാത്സ് ടീച്ചേഴ്സ് ഒരുപാട് അവരിൽ ഭയങ്കര ഞെട്ടിപ്പോയി. ഒരു ആരും ചെയ്യാത്ത രീതിയിലേക്ക് ചെയ്യുന്നത് ഭയങ്കര എക്സ്ട്രോർഡിനറി ആയിരുന്നു. അത് മാത്സ് ടീച്ചേഴ്സിൽ എൻ്റെ മാത്രം പറഞ്ഞു. എല്ലാത്തിനും ഗുഡായിരുന്നു, പക്ഷെ മാത്സിൽ ജീനിയസ് ആയിരുന്നു. മാത്സ് ഫിലോസഫിയിൽ ഒരുപാട് റിലേറ്ററാണ്. മാത്സ്, ഫിലോസഫി, ലോജിക് ഇതെല്ലാം അപ്രിയോറി എന്ന് പറയും. കാരണം എക്സ്പീരിയൻസ് വേണ്ട, തോട്ടാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ പ്യൂർലി എംപറിക്കലാണ്. എവിഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വെച്ചാണ് ഇപ്പം എംപറിക്കലി ദൈവവും ഇല്ല, എവിഡൻസ് വെച്ചാൽ. പക്ഷെ ലോജിക്കൽ തിരിച്ചാൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. കാരണം ചില ലോജിഷ്യൻസ് ആർഗ്യൂ ചെയ്യുമ്പോൾ ദൈവമുണ്ട്, ചില പറയുമ്പോൾ ഇല്ല. അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫിലോസഫി വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്, പക്ഷെ അത് പലർക്കും അറിയില്ല. കേരളത്തിലെ ആൾക്കാർക്ക് അറിയില്ല, യൂറോപ്പിൽ നല്ല സ്കോപ്പാണ്. ഈ കുട്ടിക്കാലത്തൊക്കെ എന്തൊക്കെയായിരുന്നു ഇഷ്ടങ്ങള്? എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്രിക്കറ്റ് ക്രേസ് ആയിരുന്നു. ടെണ്ടുൽക്കറിന്റെ വലിയ ഫാനായിരുന്നു. ക്രിക്കറ്റർ ആവണമെങ്കിൽ പറഞ്ഞ് നടന്ന ആളാണ്. അന്ന് പഠിത്തവും ക്രിക്കറ്റ് ഇത് രണ്ടേ ഉണ്ടായിരുന്നു.
പക്ഷേ ഒരു 12 വയസ്സായപ്പോൾ ഒരു അബ്യൂസ് നടന്നു. അത് എൻ്റെ ലൈഫിനുമായി എഫക്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഇൻട്രോവേർട്ടായി മാറി. സോറി ടു ആസ്ക്, ആ വ്യക്തിയെ പോലും പിന്നീട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ക്ഷമിച്ചു. കാരണം പുള്ളി ആൾ മാറി അപ്പോളജൈസ് ഞാൻ ക്ഷമിക്കുകയും ചെയ്തു. പക്ഷെ അതത്ര പോസിബിൾ ആണോ ക്ഷമിക്കുക എന്നുള്ളത്? നമുക്ക് അത്ര കാരണം ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഒരാൾ അപ്പോളജൈസ് ചെയ്താൽ ഫോർഗീവ് ചെയ്യണം. കാരണം ആ ആൾ പറഞ്ഞു ഞാൻ ഇപ്പം അങ്ങനത്തെ ആളല്ല, പണ്ട് ചെയ്തില്ല, ഞാൻ സോറി പറയണമെന്ന്. അപ്പോൾ ആൾ അപ്പോളജൈസ് ചെയ്തില്ലേ, അതോടെ ഞാൻ ക്ഷമിച്ചു. അത് ഏതൊരു ഏജിലായിരുന്നു? അതെങ്ങനെയാ? ഞാൻ കേബിൾ ടി വിയിൽ ക്രിക്കറ്റ് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അന്ന് എനിക്ക് ഇങ്ങനത്തെ ആളൊന്നും അറിയില്ല. പുള്ളി ഒരു ഹോമോസെക്സ്വൽ ആളെ എന്നെ ആ രീതിയിൽ കണ്ടു. എൻ്റെ പുള്ളി അത് വെച്ച് കുറേ ബ്ലാക്ക് മെയിൽ ചെയ്തു. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. വീട്ടിലത് പറയുന്ന ശേഷം പറഞ്ഞു. അന്നേരം പ്രതികരിക്കാൻ അന്നേരം നമ്മൾ 12 വയസ്സല്ലേ ഉള്ളൂ. നമ്മൾ വളരെ ഇതിനെ വെച്ച് അറിയുപോലും ഇല്ല, ഇങ്ങനത്തെ കാര്യം അറിവുള്ള അറിയില്ല. വളരെ നിഷ്കളങ്കമായി നടക്കുന്ന കാലമായിരുന്നു. എന്തായാലും അത് ആ സമയത്ത് ഭയങ്കര എഫക്റ്റ് ചെയ്തു. ഇപ്പോഴും ആളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേരോട് ഞങ്ങളുടെ ഫാമിലികളുടെ അക്കാഡമിക് കൊണ്ടുണ്ട്, റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരുപാട് പേർക്ക് ഭയങ്കര ജലസ് ഉണ്ട്. ഭയങ്കര ആശയം. എൻ്റെ സിസ്റ്റർ ഡോക്ടർ ആയപ്പോൾ ഭയങ്കരതായ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ സ്പോയിലായി പോകണമെന്ന നശിക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരിലുണ്ട്. റിലേറ്റീവ്സ് പോലെ അല്ലെങ്കിൽ നാട്ടുകാർ പോലെ. റിലേറ്റീവ്സിനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ എല്ലാ ന്യൂസും ഈ പറയുന്ന എല്ലാ വീഡിയോസും എല്ലാം കാണും. എൻ്റെ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. എൻ്റെ അമ്മ വിളിച്ച് പറയുന്നത് നെഗറ്റീവ് മാത്രമാണ്, പോസിറ്റീവ് ഒന്നും പറയില്ല. ഈ ഒരു അബ്യൂസ് നടന്നതുകൊണ്ട് ഇൻട്രോവേർട്ടായി എന്ന് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ തന്നെ വളരെ വലിയ രീതിയിൽ ബാധിച്ചൊരു കാര്യമല്ലേ അന്ന്? ആ ഒരു സമയത്ത് എഫക്ട് ചെയ്യും, പിന്നെ അതൊന്ന് റിക്കവറായി. അതിന്ന് എങ്ങനെയാ റിക്കവർ ആവാൻ? കാരണം ഇന്ന് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട്. അവര് അത് ഉള്ളില് പേടിച്ച് പറയാതെ സപ്രസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അതിനെ എങ്ങനെയാ ഓവർകം ചെയ്ത് അവരോട് എങ്ങനെയാ അത് എല്ലാവരും പറയും പെൺകുട്ടികളെ വളർത്താൻ ആൾക്കാർക്ക് പേടിയാണ്, പെൺകുട്ടികളെ ആൾക്കാർ ആണുങ്ങളാണ്. പക്ഷെ ആൺകുട്ടികളും എൻ്റെ അനുഭവം അതാണ്, ആൺകുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈവൻ പാർട്ടി തിരുവോത്ത് പോലെ ആൾക്കാർ അവർക്കെല്ലാം ഈ ചൈൽഡ് അബ്യൂസ് നടന്നിട്ടുണ്ട്. അതെല്ലാം അവരുടെ പേഴ്സണാലിറ്റി ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ കുറച്ച് തെറാപ്പി എടുക്കുകയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ അങ്ങനെയുള്ള പോകണം. അങ്ങനെ ഞാൻ പോയിട്ടില്ല. പക്ഷെ അങ്ങനെ പോയാലേ ശരിയാവും. ഞാൻ ഒരു 3-4 വർഷം ഞാൻ എഫക്ട് ചെയ്യും, പിന്നെ അതൊന്നും റിക്കവറായി. വലുതായപ്പോഴേ അയാൾക്ക് ഇപ്പോൾ ഫാമിലി ഉണ്ടാവുമല്ലോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പിന്നെ എനിക്കറിയില്ല, വളരെ ഇപ്പോൾ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഓക്കെ. അന്ന് കണ്ടപ്പോൾ ദേഷ്യപ്പെടണം എന്ന് ആദ്യം തോന്നിയില്ലേ? ആദ്യം രണ്ടെണ്ണം പറയാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അങ്ങനെ കണ്ടപ്പോൾ ഈ അപ്പോളജൈസ് ടു മീ, അപ്പോളജൈസ് ചെയ്തു. അതിന് ഇപ്പം അങ്ങനത്തെ മനുഷ്യനല്ല, നല്ല ലൈഫ് ലീഡ് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ നിന്നോട് ചെയ്ത് ശരിയല്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ഫോർഗീവ് ചെയ്തു. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് അച്ഛനൊക്കെ എങ്ങനെയാ കൂടെ നിന്നേ? വീട്ടിൽ പറയാൻ എനിക്ക് അന്ന് ആ ഒരു പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്നൊരു പക്ഷേ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ. ഫാദർ ആ സമയത്ത് വളരെ ബിസിയായി, പുള്ളി ജോലിയിൽ ഭയങ്കര ബിസിയായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പറയത്തക്ക ഒരു ഇതുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. അന്ന് ഒരു ദിവസത്തെ മാത്രം ഇൻസിഡന്റ് ആണോ അതെയോ അദ്ദേഹം പിന്നീട് പിന്നീട് അതിനെക്കുറിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ പലയിടത്തും വരാനൊക്കെ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വരണമാണ് എനിക്ക് വരുന്ന. ഞാൻ ഒഴിഞ്ഞു മാറി ചെയ്തു. ഞാൻ വഴിക്കൊണ്ട് നടന്നു പോകുമ്പോൾ പിടിക്കാൻ വരിക, എല്ലാ പ്രായത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാനിത് എടുത്ത് ചോദിച്ച കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നിന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അനുഭവിക്കുന്നുണ്ട്. കുട്ടികളടക്കം സ്ത്രീകളോ പുരുഷന്മാരോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ പീഡോഫൈൽ ഈ പിള്ളേരെയും എനിക്ക് തോന്നുന്നു ഡ്രഗ്സ് ഇങ്ങനത്തെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരുന്നത്. അല്ലാതെ നോർമലായിട്ട് ആൾക്ക് പറ്റും. പിന്നെ ഇവരാരും ഈ ക്രിമിനൽസ് പറയുന്ന ആൾക്കാർ ആരും നോർമലല്ല. ഇവർക്ക് പണിഷ്മെൻ്റ് അല്ല കൊടുക്കേണ്ടത്, ഇവർക്ക് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ സെക്സ്വാലിറ്റി ചെയ്യാൻ ചിലർക്ക് കുറവായി, ചിലർക്ക് ആവശ്യമായി, ചിലർക്ക് കൂടുതലായി. ഈ ഹോമോസെക്സ്വാലിറ്റി പോലെ ഒരു അബ്നോർമാലിറ്റിയാണ് ഓവർ സെക്സ്വാലിറ്റി. അവരെ നമ്മൾ ഈ കഴപ്പ് അല്ലെങ്കിൽ എന്താണ് ഞരമ്പ് രോഗി ഇങ്ങനെ അല്ല പറയേണ്ടത്. അവരും ഹോമോസെക്സ്വൽ പോലെ ഒരു വീക്ക്നെസ് ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ദേ ഷുഡ് ടേക്ക് സം ട്രീറ്റ്മെൻറ്റ്, ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൽ എടുക്കണം. അല്ല അവരെ നമ്മൾ ഈ വുമണൈസ്ഡ് ആവുന്ന ആണെങ്കിൽ പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ അവർക്ക് ഹോർമോൺ പ്രോബ്ലമാണ്. അത് ആ രീതിയിൽ എടുക്കണം. അതെ, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതെ. എനിക്ക് ഒരുപാട് വ്യക്തിത്വാനുഭവമുണ്ട്. കാരണം എല്ലാവരും ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യും, ആർക്കും ഒരു ആത്മാർത്ഥതയില്ല. ഞാൻ പറയും ഇറ്റ് ഇസ് ബെറ്റർ ടു ബി എലോൺ ദാൻ ഇൻ കമ്പനി ഓഫ് ബാഡ് പീപ്പിൾ. ബാഡ് പീപ്പിൾ കമ്പനി കാണുന്നത് എലോൺ നയിക്കുന്നതാണ്. കാരണം ആർക്കും ഒരു ആത്മാർത്ഥതയില്ല. പണം ഉള്ളപ്പോൾ കൂടെ ഉണ്ടാവും, പണം പോയാൽ ആരും ഉണ്ടാവില്ല. അതെ. ഈ അങ്ങനെ പഴയ ജനറേഷൻ ഇപ്പോൾ ലാലേട്ടൻ, പ്രിയദർശൻ, സൂര്യ അവരെല്ലാം എന്ത് സിൻസിയർ ആൾക്കാരാണ്. അതൊക്കെ ട്രൂ ഫ്രണ്ട്സ്. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പം എല്ലാം എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയാണ്.